ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളാണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണ്. ഞങ്ങളൊക്കെ മുഖാമുഖം നിന്ന് പോരാടുന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ഞങ്ങളാരും ഇന്ന് വരെ ജി സുധാകരനെതിരെ ഒരു ആക്ഷേപവും വേണ്ടില്ല. പക്ഷേ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം എന്താ പറ്റിയെന്നറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. സുധാകരനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ അദ്ദേഹം പരിഹസിച്ചത്. അപ്പോൾ സുധാകരനെ പോലെ ഒരാളിനോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പിന്തുണയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് ശ്രീ ജി സുധാകരൻ. അല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കാം. ഞങ്ങൾ അതുമായിട്ട് അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിക്കാതെ ഞങ്ങളൊരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുന്നത് അനുചിതമാണ്. അത് ഞങ്ങൾ പറയില്ല. എല്ലാവർക്കും ജാമ്യം കിട്ടിക്കഴിഞ്ഞു അല്ലേ? 4 പേരുണ്ട്. അവർക്കും വൈകാതെ കിട്ടും. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വളരെ ബോധപൂർവമായി നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു പാർഷ്യലായിട്ടുള്ള കുറ്റപത്രമെങ്കിലും കൊടുക്കാമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലും കൊടുക്കാതെ മുഴുവൻ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കുറ്റപത്രം വൈകിച്ചത് മുഖ്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.